പെട്ടെന്ന് ദേഷ്യം വരുന്ന ചില ആളുകളില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ചാടിക്കടിച്ച് നിന്നെ ഞാൻ കാണിച്ചു തരാടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ചുട്ട മറുപടി കൊടുത്ത് മാസ്സായിട്ട് നടക്കുന്ന ചില ആൾക്കാരില്ലേ. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ആ ഒരു സ്വഭാവം നിങ്ങളെ ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാക്കി മാറ്റാനേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചില വൃത്തികെട്ട ഒരു പ്രത്യേകതയെ പറ്റിയിട്ടാണ്. അതായത് ഒന്നും ആലോചിക്കാതെ, മുന്നും പിന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്നവർ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. ഫുൾ വീഡിയോ കണ്ടു നോക്കുക. ഡോണ്ട് റിയാക്ട് ക്വിക്ക്ലി. പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. കുറച്ച് സമയം കൊടുക്കുക. ഒബ്സർവ് ചെയ്യുക. എന്താണ് ചുറ്റും നടക്കുന്നത്, എന്താണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് എന്ന് കേൾക്കുക. ഒന്ന് ഒബ്സർവ് ചെയ്യുക, ചിന്തിക്കുക. കുറച്ച് ടൈം, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാനും ആക്ട് ചെയ്യാനും നമുക്കൊരു കൂടുതൽ അക്യൂറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് നമ്മളെ കുറച്ചും കൂടി സ്മാർട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒന്ന് തിങ്ക് ചെയ്യുക. ഒബ്സർവ് ചെയ്തതിന് ശേഷം എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചാടിക്കേറി ഒരു കാര്യം പറയാണ്, അത് നമ്മുടെ വികാരത്തിന് പുറത്തുള്ള പറച്ചിലാണ്. അല്ലാതെ നമ്മൾ ആ ഒരു കാര്യത്തെ യുക്തമായിട്ട് ചിന്തിച്ച് അതിൽ നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടായിരിക്കില്ല പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ ചാടിക്കേറി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് വലിയ ദോഷങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയാണ്, നിങ്ങൾ ചാടി കയറി റിയാക്ട് ചെയ്താൽ, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കുറെ ട്രാപ്സിലൊക്കെ ചെന്ന് പെടാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, നിങ്ങളെ പറ്റി ആരെങ്കിലും നെഗറ്റീവ്സ് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറി പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരു പേഴ്സണൽ ഗ്രഡ്ജായിട്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവരോട് ആ ഒരു രീതിയിൽ പബ്ലിക്കായിട്ടോ അല്ലാതെയോ ഒക്കെ ബിഹേവ് ചെയ്താൽ നിങ്ങൾ ഒരു വീക്ക് പേഴ്സൺ ആയിട്ടാണ് എല്ലാവരും കണക്കാക്കപ്പെടുക. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് അത് കൊള്ളുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട്. പക്ഷേ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അവരങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കുറച്ച് സമയം ഒന്ന് തിങ്ക് ചെയ്യുക. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒരു പക്ഷേ അവർ മനഃപൂർവ്വം നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് അവർ പറഞ്ഞതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അവർ പറഞ്ഞ രീതിയായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ചത്. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഒരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങളെ തന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഹാബിറ്റാണ്, വലിയൊരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം. നിങ്ങളെപ്പറ്റി ആരെങ്കിലും നെഗറ്റീവ്സ് പറയുമ്പം കാമായിട്ട് അത് കേൾക്കുക. അവർ പറയുന്ന ശൈലിയൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. ചാണക്യനെ പറ്റി അറിയാത്തവർ വളരെ റെയർ ആയിരിക്കും അല്ലെ. അപ്പൊ ചാണക്യനെ പറ്റിയിട്ടുള്ള ഒരു കഥ, ഒരു സംഭവം ഞാൻ പറയാം. ഒരു ദിവസം ചാണക്യൻ രാജാവിനോട് പറഞ്ഞു, ശത്രുക്കളുടെ ആ ഒരു വ്യാപാര പാത, ആ ഒരു ട്രാക്ക് എല്ലാം ബ്ലോക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ചാണക്യൻ പറഞ്ഞതനുസരിച്ച് രാജാവ് ശത്രുക്കൾക്ക് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ, അവരെ ഒരു ട്രേഡ് റൂട്ട് എല്ലാം ബ്ലോക്ക് ചെയ്തു. ഇതറിഞ്ഞിട്ട് ചന്ദ്രഗുപ്തന്റെ മൗര്യന്റെ കീഴിലുള്ള കുറച്ച് ആളുകളുടെ തല വെട്ടി ശത്രുക്കൾ കളഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവം ചന്ദ്രഗുപ്തൻ അറിയുകയും അദ്ദേഹം കോപത്താൽ വിറയ്ക്കുകയും അദ്ദേഹം റിവെഞ്ചിന് തയ്യാറാകുകയും ചെയ്തു. എന്നാൽ ചാണക്യൻ പറഞ്ഞു, അരുത്, സ്റ്റോപ്പ്, ഇപ്പോൾ റിയാക്ട് ചെയ്യേണ്ട, സമയം വരുമ്പോൾ റിയാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ റിയാക്ട് ചെയ്താൽ അത് കെണിയിലകപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ബുദ്ധിയുള്ളവരെ ചെയ്യുന്ന മാർഗം. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു മൂവ് എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധി തന്നെ ഉപയോഗിക്കണം. അല്ലാത്തത് വെറും മണ്ടത്തരമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിന്റെ വലുപ്പം നമുക്കറിയത്തില്ല. നമ്മൾ ആ സമയത്ത് റിയാക്ട് ചെയ്യുന്നത് നമ്മളുടെ ഒരു വികാരം കൊണ്ടിട്ടാണ്. അതിപ്പോൾ എത്ര വലിയ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് റിവെഞ്ച് എടുക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ആ ഒരു സിറ്റുവേഷനെ നേരിടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാം. ഇനി മാപ്പ് കൊടുക്കില്ല, എനിക്ക് റിവെഞ്ച് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനാണ്, നിങ്ങളുടെ ലൈഫിന്റെ സക്സസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ വളരെ ഇന്റലിജന്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ നോക്കിക്കാണുക. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിവെഞ്ച് ചെയ്യാം, നിങ്ങൾക്കൊരു ദോഷവും വരാത്ത രീതിയിൽ
നിങ്ങൾക്ക് ഉയർച്ച മാത്രം ഉണ്ടാവുന്ന രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതും നിങ്ങൾ ഒഴിവാക്കണം. അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രം ഒരു തെറ്റും ചെയ്യാത്തവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച മണ്ടന്മാർ അല്ലെങ്കിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോഴോ എവിടെയെങ്കിലും വെച്ച് ഒരാൾ നിങ്ങളെ കയറി ചീത്ത വിളിക്കുകയാണ്, കുറേ ചീത്തകളും തെറിയൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ അയാളോട് കയറി റിയാക്ട് ചെയ്യാൻ പാടില്ല. അയാൾ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്താൽ നിങ്ങളും അയാളും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും പബ്ലിക്കായിട്ടൊക്കെ ഇൻസൾട്ട് ചെയ്യുമ്പം അവരെ തളർത്താനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി, അവരുടെ കണ്ണിൽ നോക്കി ചിരിക്കുക. ആ ചിരി അവരെ എന്തായാലും തളർത്തിക്കളയും. നിങ്ങൾ അങ്ങനെ ചിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ദേഷ്യം ദേഷ്യമാണെങ്കിലും കൂടും. അതുപോലെ തന്നെ അയാൾ കുറച്ചുകൂടെ കാമാവാനും ശ്രമിക്കും. രണ്ട് രീതിയിലും സംഭവിക്കാം. ഒന്നുകിൽ അയാൾക്ക് ഭയങ്കര ദേഷ്യം കൂടും, അല്ലെങ്കിൽ അയാൾ കാമാവും. പക്ഷെ നിങ്ങളുടെ വാല്യൂ അവിടെ കുറയത്തില്ല. അതാണ് ആ ഒരു ചിരിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. നിങ്ങളെ ഒരാൾ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മതിപ്പ് കൂടും. അവിടെ കാഴ്ചക്കാരൻ നിങ്ങളെ ആയിരിക്കും ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ആയിട്ട് കാണുന്നത്. അതേപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഒരു വീക്ക് പേഴ്സൺ ആയിട്ട് മാത്രമേ അവിടെ കാഴ്ചക്കാരൻ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആരെങ്കിലും പബ്ലിക്കായിട്ടൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചീത്ത പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ മാന്യമായിട്ട് അവരെ നോക്കി ചിരിക്കുക. ആ ഒരു സിറ്റുവേഷൻ അത്രയും കൂളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചകളിലൂടെയൊക്കെ വളരെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ നമ്മുടെ നാട്ടിലെ പല പൊളിറ്റീഷ്യൻസിന്റെ ഡിബേറ്റ്സും കാര്യങ്ങളും ഒക്കെ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ഓരോ സ്പീച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ ചാനൽ ചർച്ചയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അവരെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വളരെ കൂളായിട്ടാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പ്രമുഖ വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവരെപ്പോഴും വിൻ ചെയ്യും. മറ്റുള്ളവരുടെ മനസ്സിൽ അവർക്കൊരു വാല്യൂ ഉണ്ടാവും. അല്ലാതെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്ത് അവർ പറയുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെ തിരിച്ചും പറയുമ്പോൾ രണ്ടുപേർക്കും ഒരേ വാല്യൂ ഉള്ളൂ. നമ്മുടെ വാല്യൂ അവിടെ ഇടിഞ്ഞു പോവാണ്, നമ്മൾ ഒന്നും അല്ലാതെ ആവുകയാണ്. അപ്പൊ നമ്മളുടെ മുന്നിൽ, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടായ ആ ഒരു ഇമേജ് അവിടെ എന്നേക്കുമായിട്ട് തകർന്നു പോവുകയും ഇവൾ അല്ലെങ്കിൽ ഇവൻ ഇത്രയൊക്കെ ഉള്ളോ എന്നുള്ള ഒരു ഇമേജിലേക്ക് മാറുകയും പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ആ ഒരു പഴയ ഇമേജ് നമുക്ക് തിരിച്ചു കിട്ടത്തും ഇല്ല. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് വേറെയാണ്. സെൽഫ് റെസ്പെക്റ്റിനെ ഈ ഒരു കാര്യത്തിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വളരെ ക്വിക്കായിട്ട് മോശമായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഒരു ഡിസിഷൻ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ലൈഫിൽ ഒട്ടും റിയാക്ട് ചെയ്യരുത്, ഒട്ടും റിയാക്ഷണറി ആയിട്ടുള്ള ഒരു വ്യക്തി ആവരുത് എന്നല്ല. ഞാൻ പറഞ്ഞത് ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധി ഉപയോഗിക്കണം. സൈലൻസിന് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഒരു 1 സെക്കൻഡ് സൈലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്ന് നിങ്ങളെ ഷൗട്ട് ചെയ്യാണ്, നിങ്ങൾ ആ ഓൺ ദി സ്പോട്ടിൽ തിരിച്ച് ഷൗട്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് പോസ് ചെയ്യുക. അയാൾ പറയുന്നത് ഒബ്സർവ് ചെയ്യുക, അയാൾ പറയുന്നത് എന്താണെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും തിരിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എന്ത് പറയണം. അപ്പൊ നിങ്ങളുടെ ഒരു മറുപടി നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ഒരു റിപ്ലൈ നിങ്ങൾ ഫ്രെയിം ചെയ്തെടുക്കും. അപ്പൊ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു റിപ്ലൈ ആയിരിക്കും നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നത്. ഇനി അതല്ല, യൂസ്ലെസ് ആണ്, പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ബുദ്ധിയില്ലാത്ത ഒരാളാണ്, അയാളോട് പറഞ്ഞാൽ എന്റെ വില പോകും എന്നാണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അതവിടെ വിട്ട് കളയുക. അയാൾക്കൊന്ന് റിപ്ലൈ കൊടുക്കണ്ട, പ്രവർത്തിച്ച് കാണിക്കുക. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ നിൽക്കുക. ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്തു നോക്കാം. ആ ഒരു ക്യാരക്ടർ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ ആ ഒരു ക്യാരക്ടറിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യുന്ന ഒരു ആളൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് നോക്കാം. വളരെ കൂളായിട്ടായിരിക്കും ഓരോ സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പ്രശ്നമുണ്ടായാൽ പണ്ടത്തെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇടിക്കുന്ന അല്ലെങ്കിൽ കയറി ഷൗട്ട് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന ഒരു ഹീറോയെ പോലെ അല്ല അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഇടത്ത് അദ്ദേഹം റിയാക്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ബാക്കിൽ ബോംബൊക്കെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് നടന്നു പോകും. കൂളിംഗ് ഗ്ലാസ് വെക്കും, അതുപോലെ കോട്ടൊക്കെ ശരിയാക്കും, വാച്ചിൽ ടൈമൊക്കെ നോക്കും. ഇതൊക്കെ ആ ഒരു കോൺഫിഡൻസിന്റെ സൈൻസ് ആണ്.
ഇതേപോലെ നിങ്ങളുടെ മുന്നിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള യൂണിക് ക്യാരക്ടേഴ്സ് നിങ്ങൾ പുറത്തെടുക്കുക. അതായത് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല, നിങ്ങൾ വളരെ കൂളാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കൂളായിട്ട് ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സൈലൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന് മോശമർത്ഥമൊന്നും വിചാരിക്കൊന്നും വേണ്ട. ആ ഒരു സിറ്റുവേഷനെ വളരെ കൂളായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരക്ടറിന് ഒരു പ്ലസ് പോയിന്റ് അവിടെ കിട്ടുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വളരെ കൂളാണ്, വളരെ ഇന്റലിജന്റ് ആണ്, സ്മാർട്ടാണ്, സട്ടിലാണ്, അങ്ങനെ വളരെ നല്ലൊരു ഇമേജ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാതെ നോക്കിയിരിക്കണം എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ റിയാക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു സെക്കൻഡ് നമ്മൾ ആലോചിക്കുക. ചെയ്യേണ്ടടുത്ത് മാത്രം വളരെ കൂളായിട്ട് റിയാക്ട് ചെയ്യാം. പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ആണ് എപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും നല്ലത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയാതെ, മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കാതെ, മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതെ ഒരു കാര്യം കൺവേ ചെയ്യാൻ പഠിക്കണം. അങ്ങനൊരു ഹാബിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് റിലേഷൻസ് നിങ്ങൾക്ക് നഷ്ടമാകും. നിങ്ങൾ ആരാലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് മാറാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നിങ്ങൾ അവരെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട്, വളരെ ഡീസൻ്റ് ആയിട്ട് നിങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്യുക. അല്ലാതെ ഒരു ആർഗ്യുമെന്റിലേക്ക് കടന്നൊരു പേഴ്സണൽ ഗ്രഡ്ജ് എന്ന രീതിയിൽ ആ ഒരു സംസാരമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും ഈ ഉത്സവ പറമ്പുകളിലും പള്ളിപ്പെരുന്നാളിലും അതുപോലെ ഈ കോളേജിലൊക്കെ ആണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേന് നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് ചാടിക്കയറി ഇടിക്കാൻ പോകുന്നവർ. അത് ശരിക്കും മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ റിയാക്ട് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്യണം, അത് വേറെ കാര്യം. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപേ ഈ പറഞ്ഞതുപോലെ ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.